അപ്പം ഗൈസ് എനിക്കിന്ന് ജോലിക്ക് പോകാൻ സമയമായി. അപ്പം നമുക്ക് വേഗം ജോലിക്ക് പോവാം. പിന്നെ ഈ സൈക്കിളും കൊണ്ട് ചവിട്ടി പോകുമ്പോൾ ഒരു നേരമാകും. ഒരു ബൈക്ക് എടുക്കണമെങ്കിൽ ഒരു 1 ലക്ഷമെങ്കിലും വേണ്ടേ? ആകെ കിട്ടണ ഒരു 10,000 രൂപ. ആ പൈസ കിട്ടിയാൽ നമുക്ക് വീട്ടിലെ വാടക അടയ്ക്കാനേ കിട്ടുന്നുള്ളൂ. അതിൽ നിന്ന് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു 2,000 രൂപ കിട്ടും. പറഞ്ഞിട്ട് കാര്യമല്ല. ജോലിക്കൊന്നും പോവാം. ചിലപ്പോൾ കൂട്ടിത്തരും, ചിലപ്പോൾ കുറച്ച് തരും. അങ്ങനെയാണ് എൻ്റെ കമ്പനിയിൽ മുതലാളി പൈസ തരണം. അങ്ങനെയൊരു വല്ലാത്ത സ്വഭാവമാണ്. അങ്ങനെ അടുത്തൊരു എക്സ്ട്രാ പൈസ ചോദിച്ചാൽ പോലും തരൂല. അപ്പം ഗൈസ് ഞാൻ കമ്പനീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അയ്യോ, മുതലാളി എന്നെ ഫ്രണ്ടിൽ നിൽക്കണമല്ലോ. ഇന്ന് എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അല്ല മുതലാളി, ഇന്ന് എനിക്ക് കുറച്ചായി ലേറ്റായി. അതെ, നീ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിൻ്റെ ജോലിയൊക്കെ ഇവിടെ നിന്ന് തീർത്തു. നീ ഇനി ഇവിടെ ജോലിക്ക് വരണ്ട. അയ്യോ, അതെന്ത് മുതലാളി? നീ ഒന്നും ലൈറ്റായിട്ടാണ് വരണം. നിന്നെ കാരണം ഈ കമ്പനി ഭയങ്കര നഷ്ടത്തിലാണ്. മുതലാളി, ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു പൈസയിലാണ് ഞാൻ ജീവിച്ചു പോണത്. അത് പറയരുത്. എനിക്ക് ജോലി ഇവിടെ തരണേ. നാളെ തൊട്ട് ഞാൻ എങ്ങനെയെങ്കിലും പെട്ടെന്ന് വരാൻ നോക്കാം. എന്നെ എനിക്ക് ഒരു ജോലിയില്ല, ഒരു തേങ്ങയും. മര്യാദയ്ക്ക് വീട്ടിൽ പോ, അല്ലെങ്കിൽ എന്നെ ഒന്ന് വാങ്ങും നീ. ഓക്കെ ഗായ്സ്, എൻ്റെ ഉള്ള ജോലിയും കൂടെ പോയി. അല്ലെങ്കിൽ ഇതൊരു ദിവസം ഒരു ശരിയല്ലായിരുന്നു. ജോലി പോയത് പോയി. ഇനിയിപ്പോൾ ഇരുന്ന് പറഞ്ഞിട്ട് വല്ലതും കാര്യമുണ്ടാ? ഇനി വല്ലതും റോട്ടിൽ വല്ലതും പോയി കിടക്കേണ്ടി വരും. നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് എനിക്ക് വീട്ടിലെ ബില്ല് അടയ്ക്കാനുള്ള. കറണ്ട് ബില്ല്, വാടക. അയ്യോ, വേഗം പോകാൻ. ലംബോർഗിനിലാണ് കൊണ്ട് ഇടിച്ച. പണി കിട്ടണതിന് മുമ്പ് എവിടെയെങ്കിലും പോവാം. ഞാൻ തന്നെ ആ ശരിയാക്കേണ്ട പൈസ കൊടുക്കേണ്ടി വരും. അതിൻ്റെ മേലെ ഇവിടെ മുങ്ങണയാണ്. ഇനി വീട്ടിൽ പോയി തന്നെ ആലോചിക്കാം എന്തൊരു ജോലി ചെയ്യാന്നൊക്കെ. വീട്ടിലോട്ട് പോവാം. ഇനി കുത്തിയിരുന്നാ കിടന്നാ ആലോചിച്ച് നോക്കാം. വല്ലതും ജോലി വല്ലതും കിട്ടണമെങ്കിൽ 5ൻ്റെ പൈസ ഇല്ല കേട്ടോ. ഒരു ബിസിനസ് പോലും അപ്പോൾ തുടങ്ങാൻ പറ്റൂല. അല്ലെങ്കിൽ ഒരു ചായക്കടയിലൊക്കെ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഒരു ചായക്കടയുണ്ട്. അത് വേണം, അല്ലെങ്കിൽ വേണ്ട. അങ്ങേരിക്ക് ഭയങ്കര ജാടയാണ്. എന്നാലും ഒന്ന് ചെന്ന് ചോദിക്കണം. ചോദിച്ചു നോക്കാൻ ജോലി തരുമെന്ന്. കിട്ടിയിരുന്നെങ്കിൽ ഭാഗ്യമായേനെ. നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടാ നമ്മുടെ രാജുവേട്ടൻ്റെ കട. അങ്ങനെ ഗൈസ്, രാജുവേട്ടൻ്റെ കടയൊക്കെ എത്തിയിട്ടുണ്ട്. ചോദിച്ചു നോക്കാം എന്തൊരു പറയാമോ എന്തോ. ഹലോ രാജു ഏട്ടാ, സുഖം തന്നെ അല്ലേ? ആടാ, സുഖം തന്നെ. അല്ല, നീ എന്തിനു വന്നാ? അതെ രാജു ഏട്ടാ, എനിക്കിവിടെ ഒരു ജോലി തരുമോ? ഒന്ന് പോടാ, ഇവിടെ ജോലിക്ക് ആരെയും വേണ്ട. പിന്നെ ശരി രാജു ഏട്ടാ, ഞാൻ പോണ്. അപ്പം ഗൈസ്, ആ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയി. രണ്ടാമത്തെ ഐഡിയ നോക്കി നോക്കാം. നമുക്ക് ഈ റോട്ടിൽ നിന്നൊരു ഡാൻസ് കളിച്ച് നോക്കിയാലോ? നല്ല ചാൻസ് ഉണ്ട് പൈസ കിട്ടാൻ. ഞാനാണെങ്കിൽ നല്ലൊരു ഡാൻസും കാര്യമൊക്കെ കളിക്കണേണ്. നമുക്ക് ഈ റോട്ടിൽ ഇറങ്ങി നിന്നൊരു ഡാൻസ് കളിച്ച് നോക്കാം. എനിക്ക് വേണ്ട ഡാൻസ് കളിച്ച അവാർഡ് വരെ കിട്ടിയിട്ടുള്ളതാണ്. പിന്നെയാണ് ഗൈസ് കണ്ട എൻ്റെ ഡാൻസ്. പിന്നെ ഗൈസ്, പാട്ട് ഞാൻ തന്നെ അങ്ങ് പാടുകയാണ് കേട്ടാ. നാട്ടിൻ നന്മകനെ പൊന്മകനെ മുത്തായ മോനെ, മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്തു വച്ച രക്ഷകനെ സന്താരകനെ, അണ്ണൻ തന്നായി വന്നതായേ, ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്ന കുമ്പിട്ട് നില്ല, ഇരുട്ടി സിറ്റി പാടും രാജാവുത്തി എല്ലാരും ചൊല്ല, ഇവനെ തുരുവാനായ മന്ദന നിനക്ക്, കാലം നടുക്ക് വന്നാൽ സ്വത്തം പോലും കണ്ണൻ ആണ്, ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി, അണ്ണൻ തന്നെ നാടൻ അലവന്തുമിനാറ്റി, ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി. എൻ്റെ ഡാൻസും പാട്ടും കേട്ട് ആരും ഒരു 5ൻ്റെ പൈസ പോലും തന്നില്ല. എൻ്റെ ഡാൻസ് അത്ര ബോറായിരുന്നാ? ചേച്ചി, എൻ്റെ ഡാൻസ് കൊള്ളാമോ? ഒന്ന് പോടാ, എന്ത് കൂറ ഡാൻസ് ആയിരുന്നു. ബെസ്റ്റ്. അങ്ങനെ ഡാൻസ് കളിച്ചിട്ട് ഒരു കുന്തവും കിട്ടിയില്ല. എന്തൊരു പറയാൻ. ഒന്നും കൂടി വല്ലവൻ ജോലിയും തിരക്കി പോവാം. അല്ലെങ്കിൽ വേണ്ട, ഇനി ജോലിയും തിരക്കി പോയി എല്ലാവരും വാക്കാതിരിക്കണം. എനിക്ക് കേൾക്കാൻ വയ്യ. ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ബുദ്ധിപരമായി ആലോചിച്ച് നോക്കാം. നേരത്തെയും കുറേ ആലോചിച്ച് ഒന്നും കിട്ടിയില്ല. ഒന്നും കൂടി ആലോചിച്ച് നോക്കാം ഈ വെയിലത്ത് നിന്ന്. ഇനി ഇതൊക്കെ പറ്റുള്ളൂ. ഉള്ള ജോലിയൊക്കെ പോയി. അല്ല ഗൈസ്, ഞാൻ കുറച്ച് നേരം കൊണ്ട് അവിടെ ഇവിടെ ഒരു സൗണ്ട് പോലെ കേൾക്കണം. ആരെ എന്തിനാ അടിക്കേ എന്തിനൊക്കെ പറയും പോലെയൊക്കെ സൗണ്ട്. എന്തായാലും നമുക്ക് ചെന്ന് നോക്കി നോക്കാം. ആ റാമ്പിൻ്റെ അടിയിലാണ്ടേണെന്ന് തോന്നുന്നു. നോക്കട്ടെ ഗൈസ്. എൻ്റെ മോനെ, അവിടെ ഒരാളെ എന്തിനാ അടിക്കുക, എന്തിനൊക്കെ ചെയ്യണം. എന്തോ
നമുക്കൊന്ന് നോക്കി നോക്കാം അയാൾ എന്തിനാണ് ചെയ്യണേന്ന്. എടോ, നിങ്ങളെ സ്വത്തും കാര്യങ്ങളൊക്കെ എൻ്റെ പേര് എഴുതി തരോ? ഞാൻ എഴുതിയൊന്നും തരൂല. എഴുതി തന്നില്ലെങ്കിൽ തൻ്റെ ഞാൻ കൊല്ലും. കൊല്ലണ്ട, ഞാൻ എഴുതി തരാം. അങ്ങനെ എൻ്റെ വഴിക്ക് വാ. അപ്പം ഇതാണ് ഇവന്മാരെ പണിയല്ലേ? ഇപ്പം കാണിച്ചു കൊടുക്കാം. പാവം അയാളെന്തോ ചെയ്യാൻ പോണെന്ന് തോന്നണേ. ഗായ്സ്, അവിടെ നിൽക്കണം. അയാളെ പണവും സ്വത്തൊക്കെ അവന് വേണമെന്നാണ് പറയണത്. എന്തായാലും ഇതിനൊരു പണി കൊടുക്കണം അവന്മാർക്ക്. അവന്മാരങ്ങ് തട്ടിക്കളയണം. അല്ല, ഇതിങ്ങനെ തട്ടാം. എൻ്റെ കയ്യിൽ വെപ്പൺസ് ഉണ്ടല്ലേ, അത് വെച്ച് വല്ലതും തട്ടാം. ഞാൻ ഇവിടെ വന്നിട്ട് കണ്ടില്ലേ, കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടത്. ഇപ്പോഴാണ്ടാണെന്ന് തോന്നുന്നു വഴക്കായ. എന്തായാലും അവന്മാരെ അങ്ങ് വെറുതെ വിടാൻ പറ്റൂലല്ലേ. അവന്മാരെ അങ്ങ് വെടിവെച്ച് കൊല്ലാം. ഒരുത്തനും ഇറങ്ങിപ്പോവല്ലും. അയ്യോ, നിങ്ങൾ എന്നെയൊക്കെ വെടിവെക്കുക, ആരോ വന്നിട്ടുണ്ട്. എടോ, ഇയാൾ പേടിക്കണ്ട, ഇവന്മാരെ രണ്ടുപേരെയും ഞാൻ കൊല്ലാന്ന കാര്യമാണ് പറഞ്ഞത്. ഒരുത്തൻ ചത്തിട്ടുണ്ട്. നീ നോക്കടാ, നിന്നെ കൊല്ലുവടാ, പാവത്തിന് എന്തൊക്കെ ചെയ്ത്. അയ്യോ ചേട്ടാ, എന്നൊന്നും ചെയ്യല്ലേ, ഞാൻ പാവമാണേ. ചേട്ടന് ഞാനൊന്നും ചെയ്യൂല. ഞാൻ നോക്കിയപ്പോൾ ചേട്ടനെ കുറേ പേര് ആക്രമിക്കണം, അങ്ങനെ രക്ഷിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ പോണ്. നീ എങ്ങോട്ടാ പോണേ? അത് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോണ്. നീ വീട്ടിലോട്ട് പോണ്ട, എൻ്റെ കൂടെ വാ. ഞാൻ നിനക്കൊരു അടിപൊളി കാറ് തരാം. കാറാ? പക്ഷേ എൻ്റെ കയ്യിലൊരു കാറും ബൈക്കും പോലും ഇല്ലല്ലേ. അത് സാരമില്ല, എൻ്റെ ബൈക്കുണ്ട്, അതിൽ നമുക്ക് പോവാം. ചേട്ടനും ബൈക്ക് ഓടിക്കാൻ അറിയാമോ? ഓ, അറിയാലോ. എങ്കിൽ പോയി ബൈക്ക് എടുത്തിട്ട് വാ. ഓക്കെ. ഈ ചേട്ടൻ ഭയങ്കര റിച്ചാണ്. അപ്പം നല്ല റിച്ച് അടിപൊളി ബൈക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പോയി നോക്കി നോക്കാം ഏത് ബൈക്കാണ് ചേട്ടൻ്റെന്ന്. അപ്പം ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാം കേട്ടാ. എൻ്റെ മോനെ, സീൻ ബൈക്കാണല്ലേ. ഇത്രയും അടിപൊളി ബൈക്കാ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബൈക്കിലിരിക്കണത്. അവസാനം ഞാൻ ആദ്യമായിട്ട് ഓടിച്ച ബൈക്കാണ് മറ്റേ പൾസർ. ആദ്യമായിട്ടാണ് ഞാൻ സൂപ്പർ ബൈക്കും കാര്യങ്ങളൊക്കെ ഓടിക്കണേ. ചേട്ടാ, വന്ന് വണ്ടി കയറും. ചേട്ടാ, എൻ്റെ വീട് ടൗണിൻ്റെ സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിൽ. ഓടാ. പിന്നെ ചേട്ടാ, ചേട്ടന് ഗുണ്ടാളെ അറിയാമോ? അറിയാലോ. കുറേ കാലം കൊണ്ട് എൻ്റെ സ്വത്തുക്കളൊക്കെ വാങ്ങിക്കാൻ അവന്മാർ ശ്രമിക്കുന്നുണ്ട്. ആണോ? അപ്പോൾ ഗയ്സ്, ഞാൻ അയാളെ വീട്ടിലെത്തിയിട്ടുണ്ടേ. എടാ, നിൻ്റെ വീട് നല്ല സൂപ്പറാണല്ലേ. താങ്ക് യു. അപ്പം പിന്നെ ബൈക്കിൽ നിന്ന് ഇറങ്ങിക്കോ. അല്ല ചേട്ടാ, ആ കാർ എവിടെയാണ് വെച്ചേക്കണേ? അല്ല, നീ ഇങ്ങോട്ട് വന്നേ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കേൾക്കും. ഇനി പറ, എവിടെയാണ് കാർ വെച്ചേക്കണേ? അതെ, എൻ്റെ ഗ്യാരേജിൽ ഇട്ടിട്ടുണ്ട്. നീ അവിടെ പോയി എടുത്തിട്ട് വന്നോ. ഓക്കേടാ. പിന്നെ ഞാൻ ഈ സഹായം ഒരിക്കലും മറക്കില്ല. ഓക്കെ ചേട്ടാ. അപ്പോൾ ഗൈസ്, എന്തായാലും തരണ ഒരു സൂപ്പർ കാർ തന്നെ ആയിരിക്കും. നമുക്ക് അങ്ങോട്ടല്ലേ പോണ. നമുക്കിന്ന് നോക്കി നോക്കാം ഏത് കാറാണ്. നമുക്ക് നോക്കി. എൻ്റെ മോനെ, മെക്ലാറിനല്ലേ ഇത്. സെറ്റ് കാറാണിത്. അയാൾ എനിക്ക് വേണ്ടി ഇത്രയും നല്ല സൂപ്പർ കാർ തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചൊരു ഫോർച്യൂണറാ അങ്ങനത്തെ വല്ല കാറായിരിക്കും. അതാണ്. ഇങ്ങനത്തെ കാർ തരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും കിട്ടിയതല്ലേ, നമുക്ക് ഓടിച്ചു നോക്കാം. സെറ്റ്. ഇത്രയും അടിപൊളി ഉള്ള കാർ ഞാൻ ആദ്യമായിട്ടാണ് ഓടിക്കണം. ഇത്രയും നല്ല സ്മൂത്ത് ഡ്രൈവിങ്. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ.